നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മൾ പണ്ട് കാലം മുതലേ കേൾക്കാറുള്ള ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയുണ്ട്: ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരിഭാരം. ചില പ്രിയപ്പെട്ട സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്: എൻ്റെ ഭാരമൊന്നും നിങ്ങൾക്കറിയത്തില്ല, ഞാൻ അനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മുടെ ഭാരങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് വലിയവയായിട്ട് തോന്നാറുണ്ട്. മറ്റുള്ളവരെക്കാൾ വലിയ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും നാം നമ്മെ തന്നെ ചിത്രീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പഴഞ്ചൊല്ല് ഇങ്ങനെ നമ്മൾ കേൾപ്പാണ്ടയായി: ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരിഭാരം. രണ്ടും ഭാരമാണ്. ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അരിമണി അതിന് വലിയ ഭാരമാണ്. ഒരു ആനയെ സംബന്ധിച്ച് ഒരു വലിയ തടി അതിന് ഭാരമാണ്. അത് വളരെ ആരോഗ്യമെടുത്ത് അതിൻ്റെ പൂർണ്ണ ശക്തിയും ബലവും എടുത്താണ് ആന തടി വലിക്കുന്നത്. ഇത് രണ്ടും ഭാരമാണ്. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും ആനയായാലും ഉറുമ്പായാലും ഭാരം തന്നെയാണ്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എത്ര ആശ്വാസകരമായ ഒരു വാക്യമാണ് നമ്മൾ കേൾപ്പാൻ കഴിഞ്ഞത്. നിന്റെ ഭാരം, അത് ആനയുടെ നിലയിൽ ചിന്തിച്ചാലും ഉറുമ്പിൻ്റെ നിലയിൽ ചിന്തിച്ചാലും ഭാരം തന്നെയാണെങ്കിൽ ആ ഭാരം അതെന്തുമായിക്കൊള്ളട്ടെ, കൂടിയതോ കുറഞ്ഞതോ, അളവ് കുറഞ്ഞതോ അളവ് കൂടിയതോ എന്തുമാകട്ടെ, ഏത് രീതിയിലുള്ളതുമാകട്ടെ, ആ ഭാരം അത് വെക്കേണ്ട ഒരു സ്ഥലം, അതിറക്കി വെക്കേണ്ട ഒരു സ്ഥലം ഇവിടെ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. എവിടെ? യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്തിനാണ് യഹോവയുടെ മേൽ വെക്കാൻ പറഞ്ഞത്? അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ്. അവിടെ കാണിച്ചു, അവിടുന്ന് നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. അപ്പം വെക്കേണ്ട ഒരു സ്ഥലം ദൈവസന്നിധിയാണ്. എന്തുകൊണ്ട്? എത്ര വലിയ ഭാരമായാലും നമ്മെ പുലർത്തുവാൻ, പരിഹരിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് ഒരു ഭാഗം കൂടെ ചേർത്തിങ്ങനെ പറയുന്നു: നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അപ്പം നമുക്കിവിടെ ഒരു കാര്യം കാണുവാൻ കഴിഞ്ഞത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കാത്ത, അനുവദിക്കാത്ത ഒരു ദൈവത്തിൻ്റെ കരം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിലും ഈ പകലിലും നമ്മുടെ ഭാരം നാം തന്നെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പലരിലേക്ക് നമ്മൾ ഈ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ നാം നോക്കി. കൂട്ടുകാരിൽ, ബന്ധുക്കളിൽ, മറ്റ് പലരിലും ഈ ഭാരമൊന്ന് ഇറക്കി വെക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരം നമുക്ക് ഇറക്കി വെക്കാം. അവൻ നമ്മെ പുലർത്തും. നാം കുലുങ്ങിപ്പോകുവാൻ, നാം തകർന്നു പോകുവാൻ അനുവദിക്കാത്ത ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.